പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് മൊഡ്യൂൾ 6 ഫസ്റ്റ് ടോപ്പിക്കാണ് പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ്. മെയിനായിട്ട് ഈ മൊഡ്യൂളിൽ 4 ടോപ്പിക്കാണുള്ളത്. പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ്, പിന്നെ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്, പിന്നെ യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ, പിന്നെ ലാസ്റ്റ് ടോപ്പിക്കാണ് കേസ് ടൂൾസ്. അപ്പോൾ ഈ 4 ടോപ്പിക്കിലാണ് ഈ മൊത്തം മൊഡ്യൂൾ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 3 ടോപ്പിക്കുകളാണ്. പ്രൊജക്റ്റ് ഷെഡ്യൂളിങ്ങും സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റും കേസ് ടൂളും. അതിൽ പിന്നെ യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസ് റൂൾസ്, ഇതെല്ലാം ഞാൻ മൊഡ്യൂൾ 3 ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അത് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് ആ ടോപ്പിക്ക് ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്കാണ് പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രൊജക്റ്റ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ കുറേ ടാസ്ക് ആയിട്ട് നമ്മൾ ഡിവൈഡ്, ആ പ്രൊജക്റ്റിൽ കുറേ ടാസ്കുകൾ ഉണ്ടാകും. അപ്പോൾ ആ ടാസ്കിനൊക്കെ കറക്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഡീറ്റെയിൽസ് അത് പ്രൊവൈഡ് ചെയ്യും. അത് എന്തൊക്കെയാണ് ആ പ്രൊജക്റ്റിലെ ആക്ടിവിറ്റീസ് എന്നുള്ളതും, എന്നൊക്കെയാണ് അതിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് എന്താണ്, എൻഡ് ഡേറ്റ് എന്താണ്, ആ പ്രൊജക്റ്റിലെ ടാസ്കുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്, ഇതെല്ലാം ഡീറ്റെയിൽസ്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യണം. അതുകൂടാതെ എത്രത്തോളം റിസോഴ്സസ് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യം വരും, അതുപോലെ തന്നെ എന്തൊക്കെ ടാസ്കുകൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ള ഡീറ്റെയിൽസും ഇത് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ പ്രൊജക്റ്റ് ഷെഡ്യൂളിങ്ങിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ആ പ്രൊജക്റ്റ് ഷെഡ്യൂളിനെ ഡിലേ ആക്കുന്നത്. അതിൽ ഫസ്റ്റ് ഫാക്ടറാണ് അൺറിയലിസ്റ്റിക് ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. അൺറിയലിസ്റ്റിക് ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ടൈം ആവശ്യം വരും. പക്ഷേ ആ ടൈമിനേക്കാളും കുറവ് ടൈം ഡെഡ് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് ആ പറഞ്ഞ ഡെഡ് ലൈനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇംപ്രാക്ടിക്കലാണ്. അപ്പോൾ അതിന് എത്രത്തോളം എഫേർട്ട് എടുത്താലും മിനിമം ഒരു ടൈം വേണം അത് കംപ്ലീറ്റ് ചെയ്യാൻ. അതിനേക്കാളും കുറവ് ഡെഡ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ആ പ്രൊജക്റ്റ് പറഞ്ഞ ടൈമിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ വരാൻ കാരണം എന്ന് വെച്ചാൽ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടീമിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ അത് അങ്ങനെ ഡെഡ് ലൈൻ ഷെഡ്യൂൾ ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നം വരുന്നത്. അപ്പോൾ എപ്പോഴും ഷെഡ്യൂൾ ചെയ്യുമ്പോൾ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടീമിൻ്റെ ഹെൽപ്പോടുകൂടി അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഹെൽപ്പോടുകൂടി ഈ ഡെഡ് ലൈൻസ് ഷെഡ്യൂൾ ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ചേഞ്ചിങ് യൂസർ റിക്വയർമെൻറ്റ്സ്. എന്ത് റിക്വയർമെൻറ്റ്സ് ഉണ്ടായാലും അത് പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം യൂസർ റിക്വയർമെൻറ്റ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ അതും പ്രൊജക്റ്റ് ഷെഡ്യൂൾ ഡിലേ ചെയ്യാൻ കാരണം. ദെൻ അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് റിസോഴ്സസ്. ഇപ്പോൾ ഓരോ പ്രൊജക്റ്റിനുള്ള റിസോഴ്സസ് എല്ലാം റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ഓരോന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പക്ഷേ അത് കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതും പ്രൊജക്റ്റ് ഷെഡ്യൂളിന് കാരണമാവും, ഷെഡ്യൂളിൻ്റെ ഡിലേ ആവാൻ കാരണം. പിന്നെ അടുത്തത് ലാക്ക് ഓഫ് കൺസിഡറേഷൻ ഓഫ് റിസ്ക് പ്രൊജക്റ്റ് പ്ലാനിങ്ങിൻ്റെയും ഷെഡ്യൂളിൻ്റെയും ടൈമിൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. അല്ലെങ്കിൽ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടീമിന് അത് ബുദ്ധിമുട്ടാവും. കറക്റ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടൈമിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഇവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതും പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് ഡിലേ ആവാൻ കാരണമാണ്. ദെൻ അടുത്തത് ലാക്ക് ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എമംഗ് ടീം മെമ്പേഴ്സ്. ഇപ്പോൾ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടീമിലെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ കറക്റ്റ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവരുടെ ഇടയിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഇടയിൽ ഒക്കർ ചെയ്യുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് വഴി പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടീമിനും ഓരോ ബുദ്ധിമുട്ട് വരും. ദെൻ അടുത്തത് ഡിഫിക്കൽട്ടീസ് ഓഫ് ടീം മെമ്പേഴ്സ്. ഇപ്പോൾ പ്രൊജക്റ്റിൽ കുറേ ടീം മെമ്പേഴ്സിൻ്റെ ചില ഡിഫിക്കൽട്ടീസ് നമുക്ക് പറയാൻ പറ്റില്ല. എന്തൊക്കെയാണ് ഓരോരുത്തർക്ക് വരുന്ന പ്രശ്നങ്ങളെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ലീവ് എടുക്കുക, അങ്ങനെ അവരുടെ പേഴ്സണൽ റീസൺ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടും പ്രൊജക്റ്റ് ഡിലേ ആവാം. ദെൻ ലാസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ആക്ഷൻ ബൈ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടീം. ചില സമയത്ത് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടീമിന് തന്നെ മനസ്സിലാവില്ല പ്രൊജക്റ്റ് ഇങ്ങനെ ഡിലേ ആവുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ തന്നെ നമുക്ക് അതിനനുസരിച്ച് ഓരോ ആക്ഷൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ആക്ഷൻസ് എടുക്കില്ല. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സ്പീഡപ്പ് ആവില്ല, അതുവഴിയും ഡിലേ ആവും. അപ്പോൾ ഇതൊക്കെയാണ് സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ഷെഡ്യൂള് ഡിലേ ആവാനുള്ള കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് കറക്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, പ്രൊജക്റ്റ് ഷെഡ്യൂളിങ് കറക്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. ആ പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ കമ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് വെച്ചാൽ പ്രൊജക്റ്റിനെ കുറേ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. മെയിൻ എയിം എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റിനെ മാനേജബിൾ ആക്കി നോക്കാം. അപ്പോൾ ഓരോ ടാസ്ക് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ കമ്പാർട്ട്മെൻറ്റലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഓരോ ടാസ്ക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ഷെഡ്യൂള് നമുക്ക് ആ ടാസ്കിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും പ്രൊജക്റ്റിന്. ഇപ്പോൾ കമ്പാർട്ട്മെൻറ്റായിട്ട്
സ്പെഷ്യലൈസേഷൻ എന്നുള്ളത് ഒരു പ്രിൻസിപ്പിളാണ്. പിന്നെ ഇൻ്റർ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും, അതായത് ഓരോ പ്രൊജക്റ്റിലും കുറേ ടാസ്കുകൾ ഉണ്ടാവും. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും ഡിപ്പെൻഡൻ്റ് ആവണം എന്നില്ല. പക്ഷെ ചില ആക്ടിവിറ്റീസ് ഉണ്ടാവും സീക്വൻഷ്യലായിട്ട് നടക്കേണ്ടതും, ചിലതുണ്ടാവും പാരലായിട്ട് നടക്കേണ്ടത്, അങ്ങനെയൊക്കെ ഓരോ ആക്ടിവിറ്റീസും ഡിപ്പെൻഡ് ചെയ്ത് നടക്കേണ്ടത്. അപ്പോൾ ഓരോ ടാസ്കുകളുടെ ഇടയിലുള്ള ഇൻ്റർ ഡിപ്പെൻഡൻസീസ് നമ്മൾ ആദ്യമേ ഡിറ്റർമിൻ ചെയ്യാം. ദെൻ അടുത്ത ടൈം അലോക്കേഷൻ. ഓരോ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ടീം മെമ്പേഴ്സിനും ഓരോ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ടാകും. ആ ആക്ടിവിറ്റീസിന് എത്രത്തോളം ടൈം വേണമെന്നുള്ളതും ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ ഡിറ്റർമിൻ മീൻസ് ആ ടൈം അലോട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ആക്ടിവിറ്റി നടത്താൻ വേണ്ടി എത്രത്തോളം എഫേർട്ട് എടുക്കണം എന്നുള്ളതും നമ്മൾ കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യണം. ഇനി നെക്സ്റ്റ് വൺ എഫേർട്ട് വാലിഡേഷൻ. ഇതും എഫേർട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ആക്ടിവിറ്റി, അതിലൊരു ടാസ്ക് നടത്താൻ വേണ്ടി ഒരു എത്രത്തോളം എഫേർട്ട് വേണമെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യണം. ഇനി ആ കൊടുത്തിരിക്കുന്ന എഫേർട്ട് കറക്റ്റ് വാലിഡ് ആണോ എന്നുള്ളത് എൻഷുർ ചെയ്യുന്നതാണ് എഫേർട്ട് വാലിഡേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിഫൈൻഡ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഓരോ ടീം മെമ്പേഴ്സിനും ഓരോ റോൾസും റെസ്പോൺസിബിലിറ്റി നമ്മൾ സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ സ്കിൽസിനും എബിലിറ്റീസിനും അനുസരിച്ചുള്ള ടാസ്കുകളായിരിക്കണം കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി ഡിഫൈൻഡ് ഔട്ട്കം. ഓരോ ടാസ്കിൻ്റെയും ഔട്ട്കം എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഔട്ട്കം അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുക. ദെൻ ഡിഫൈൻ മൈൽ സ്റ്റോൺ. ഓരോ മൈൽ സ്റ്റോൺ ഏതാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. ഓരോ ടാസ്കുകൾ അല്ലെങ്കിൽ ഓരോ വർക്ക് പ്രൊഡക്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ മൈൽ സ്റ്റോൺ എത്തിയോ അല്ലെങ്കിൽ മൈൽ സ്റ്റോൺ എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. അതിൻ്റെ ക്വാളിറ്റി നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ക്വാളിറ്റിക്ക് വേണ്ടിയാണുള്ളത്. മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിൻ്റാണ്, അതായത് നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ പ്രോഗ്രസ് അറിയാനുള്ളൊരു എൻഡ് പോയിൻ്റ് എന്ന് പറയാം. അപ്പോൾ കുറേ എൻഡ് പോയിൻറ്റ്സ്, കുറേ മൈൽ സ്റ്റോൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റ് എത്രത്തോളം എത്തി, അതിൻ്റെ പ്രോഗ്രസ് എന്തായി എന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും മൈൽ സ്റ്റോൺ വെച്ചിട്ട്. ഇനി അടുത്തത് പ്രൊജക്റ്റ് ഷെഡ്യൂളിങ്ങിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു, എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പ്രൊജക്ട് ഷെഡ്യൂളിൽ കുറേ ആസ്പെക്ട്സിലുണ്ട്, കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ടെക്നിക്സ് ഓഫ് പ്രൊജക്ട് ഷെഡ്യൂളിംഗ്, ടാസ്ക് നെറ്റ്വർക്ക്, ട്രാക്കിംഗ് ദ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ടെക്നിക്സ് ഓഫ് പ്രൊജക്ട് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ട് ഷെഡ്യൂൾ അനുസരിച്ച് ഓരോ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് അതിൽ ഫോക്കസ് ചെയ്യുക. അതായത് ഫോക്കസ് ഓൺ ചെക്കിംഗ് ദ ആക്ടിവിറ്റീസ്. ആ ആക്ടിവിറ്റീസ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിനാണ് ടെക്നിക്സ് ഓഫ് പ്രൊജക്ട് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞത്. ഇനി ടാസ്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ ഹൗ ദ സോഫ്റ്റ്വെയർ ക്യാൻ ബി ബ്രോക്കൺ ഇൻ ടു സെവറൽ മാനേജബിൾ ടാസ്ക്. എങ്ങനെയാണ് ഓരോ പ്രൊജക്റ്റും ബ്രേക്ക് ചെയ്തിട്ട് ഓരോ ടാസ്ക്കായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ടാസ്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അത് പ്രൊജക്ട് മാനേജ്മെൻറ്റ് ടീമാണ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നതാണ് സംഭവം. ദെൻ ട്രാക്കിംഗ് ദ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഫോക്കസ് ഓൺ ഫൈൻഡിങ് വേ ടു കംപ്ലീറ്റ് ദ പ്രൊജക്ട് അക്കോർഡിംഗ് ടു ദ ഷെഡ്യൂൾ അനുസരിച്ച് പ്രൊജക്റ്റ് എങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്, അതിൽ ഫോക്കസ് ചെയ്യുന്നതാണ് ട്രാക്കിംഗ് ദ ഷെഡ്യൂൾ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഫസ്റ്റ് വൺ ടെക്നിക്സ് ഓഫ് പ്രൊജക്ട് ഷെഡ്യൂളിംഗ്. ടെക്നിക്സ് ഓഫ് പ്രൊജക്ട് ഷെഡ്യൂളിങ്ങിൽ മെയിനായിട്ട് 3 ടെക്നിക്കാണ് ഇവിടെ പറയുന്നത്: ഗാൻറ്റ് ചാർട്ട്, പേർട്ട് ചാർട്ട് ആൻഡ് ക്രിട്ടിക്കൽ CPM, ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഈ ഗാൻറ്റ് ചാർട്ട് എന്താണെന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. എന്താണ് ഈ പ്രൊജക്റ്റിൻ്റെ ആക്ടിവിറ്റീസ് എന്നുള്ളതും അതിൻ്റെ പ്രോഗ്രസ് എന്താണെന്നുള്ളതും ഉള്ളതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ 3 ചാർട്ടും ഡിപ്പിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഗാൻറ്റ് ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. പ്രൊജക്ട് ഷെഡ്യൂളിങ്ങിന് എന്താ ഉപയോഗിക്കുക, അതായത് ഓരോ ആക്ടിവിറ്റീസും പ്രൊജക്റ്റിൻ്റെ ഓരോ ആക്ടിവിറ്റീസും എങ്ങനെയാണെന്ന് ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത്. ഓരോ ആക്ടിവിറ്റിയുടെയും സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും നമുക്ക് കാണിച്ചു തരും. ഓക്കെ, ഇതിൻ്റെ വേറൊരു പേരാണ് ടൈം ലൈൻ ചാർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിലെ ഓരോ ആക്ടിവിറ്റീസും കാണിക്കുന്നത് ഹൊറിസോണ്ടൽ ബാർ പോലെയാണ് ഇതിലെ ഓരോ ആക്ടിവിറ്റീസിൻ്റെ ഇൻഫോർമേഷൻസ് കാണിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ഗ്രാഫ് പേപ്പറിൽ പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഇത് വലുതാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തിരി കൂടെ കോംപ്ലക്സിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം. അതായത് എക്സൽ പോലത്തുള്ള ആപ്ലിക്കേഷൻസും യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ കാണിക്കാം. ഇനി ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്. ഇതിൽ ഗ്രാഫിക്കൽ ഫോമിൽ കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് പ്രൊജക്റ്റിൻ്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട് ചെയ്യും. അതായത് എങ്ങനെയാണ് ഓരോ ആക്ടിവിറ്റീസ് പ്രോഗ്രസ് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പ്രൊജക്റ്റിൽ പെർഫോം ചെയ്ത ആക്ടിവിറ്റീസിൻ്റെ ഒരു റെക്കോർഡ് കാണിക്കും. ദെൻ മൈൽ സ്റ്റോൺ എങ്ങനെയാണെന്നുള്ളത് കാണിക്കും. അതുപോലെ തന്നെ ഓരോ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ടീം മെമ്പേഴ്സിന് കൊടുത്തുള്ള ടാസ്ക് എന്തൊക്കെയാണെന്നുള്ളത് അത് ഡിസ്ക്രൈബ് ചെയ്യും. ഇതൊക്കെയാണ് ഗാൻറ്റ് ചാർട്ട് എന്ന് പറയുന്നത്. പിന്നെ പേർട്ട് ചാർട്ടും CPM ഏകദേശം സെയിം കൺസെപ്റ്റാണ്. ചെറിയ ഡിഫറൻസ്
ഡിഫറൻസേ ഉള്ളൂ. പേർട്ട് ചാർട്ട് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് ചാർട്ടാണ്. അതുപോലെ തന്നെ CPM എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ്. ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ടാസ്കുകൾ, പ്രൊജക്റ്റിൽ കുറേ ടാസ്കുകൾ ഉണ്ടാവുമല്ലോ, അതിനെ ഷെഡ്യൂൾ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെയാണ് ഈ രണ്ട് ചാർട്ടുകളും യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് ചാർട്ടിലും പേർട്ട് ചാർട്ടിലും CPMലും ക്രിട്ടിക്കൽ പാത്ത് ഡിറ്റർമിൻ ചെയ്യും. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റ് കറക്റ്റ് ഷെഡ്യൂളിൽ കഴിയാൻ വേണ്ടി കുറച്ച് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും. എന്തായാലും നടക്കേണ്ട കുറച്ച് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ എല്ലാ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസും കവർ ചെയ്ത് ഷെഡ്യൂളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്താണ് ക്രിട്ടിക്കൽ പാത്ത്. ആ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാം, ഈ പേർട്ട് ചാർട്ട് യൂസ് ചെയ്തും കണ്ടുപിടിക്കാം, CPM യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ ഈ ചാർട്ടുകൾ പ്രിപ്പയർ ചെയ്യാനുള്ള ഇൻഫോർമേഷനൊക്കെ നമുക്ക് പ്രൊജക്റ്റ് പ്ലാനിങ് ആക്ടിവിറ്റീസിൻ്റെ ടൈമിലേക്ക് കിട്ടുന്നതാണ്. ആ പ്രൊജക്റ്റ് പ്ലാനിങ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ കുറച്ച് ഇൻഫോർമേഷൻസ് കിട്ടും. അതായത് എസ്റ്റിമേഷൻ, എഫേർട്ട് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോഴും, അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള പ്രോസസ് മോഡൽ സെലക്ട് ചെയ്യുമ്പോഴും, അതുപോലെ തന്നെ ഒരു ടാസ്കിനെ സബ് ടാസ്ക് ആയിട്ട് ഡീകമ്പോസ് ചെയ്യുമ്പോഴുള്ള ആ പ്രൊജക്റ്റ് പ്ലാനിങ് ആക്ടിവിറ്റീസിൻ്റെ സമയത്ത് കിട്ടുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ടാണ് ഈ ചാർട്ടെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ പേർട്ട് ചാർട്ടും ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പേർട്ട് ചാർട്ട് ഈസ് ആൻ ഇവൻറ്റ് ഓറിയൻറ്റഡ്, CPM എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. പിന്നെ പേർട്ട് ചാർട്ട് പ്രോബബിലിസ്റ്റിക് മോഡലാണ്, CPM എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ്. പേർട്ട് ചാർട്ട് നോൺ റിപ്പീറ്റേറ്റീവ് ജോബ്സിനാണ് യൂസ് ചെയ്യുന്നത്. അതായത് റിസർച്ച് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സിലാണ് മെയിനായിട്ട് പേർട്ട് ചാർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. CPM ക്രിയേറ്റ് ചെയ്യണത് റിപ്പീറ്റേറ്റീവ് ജോബ്സിലാണ്, കൺസ്ട്രക്ഷൻ ടൈപ്പ് ജോബ്സിലാണ് CPM ക്രിയേറ്റ് ചെയ്യുക. പിന്നെ പേർട്ട് ചാർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 3 ടൈം എസ്റ്റിമേറ്റ് യൂസ് ചെയ്യും. അതായത് മോസ്റ്റ് ലൈക്ലി, ഒപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക്, അങ്ങനെ 3 ടൈം എസ്റ്റിമേറ്റ്സ് യൂസ് ചെയ്യും. അത് വെച്ചിട്ടാണ് ആ ആക്ടിവിറ്റി ചാർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. CPM എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ടൈം എസ്റ്റിമേറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ടാസ്ക് നെറ്റ്വർക്ക്. ടാസ്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റി നെറ്റ്വർക്ക് എന്ന് പറയും. ഇത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. പ്രൊജക്റ്റിൽ ഒരു ടാസ്കിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ടാസ്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടാസ്ക് നെറ്റ്വർക്ക് വെച്ചിട്ട് നമുക്ക് ഈ ടാസ്കിൻ്റെ സീക്വൻസ് എങ്ങനെയാണെന്നുള്ളതും ആ ടാസ്കിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളതും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൊജക്റ്റ് അനുസരിച്ചായിരിക്കും ടാസ്കുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടാസ്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാസ്ക് ഡിപ്പെൻഡൻസി ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി ഈ ടാസ്കുകൾ, ഈ പ്രൊജക്റ്റിലുള്ള ടാസ്കുകളുടെ ഹൈറാർക്കി അറിയാൻ വേണ്ടി നമ്മൾ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ യൂസ് ചെയ്യും. എന്താണ് ടാസ്കുകളെന്നും അതിൻ്റെ സബ് ടാസ്കുകൾ എന്നുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചറിൽ ഉണ്ടാവുക. അപ്പോൾ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ദ പ്രൊജക്റ്റ് ഇൻ ടു ടാസ്കുകളായിട്ട് പ്രൊജക്റ്റിനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ റിലേറ്റഡ് ടാസ്ക് വെച്ചിട്ട് അതിനെ ഒരു ലോജിക്കലായിട്ട് അതിനെ ഒരു സീക്വൻഷ്യലി ഓർഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൊജക്റ്റിൻ്റെ പ്രോഗ്രസ് എന്നുള്ളതും അതുപോലെ തന്നെ എത്രത്തോളം കോസ്റ്റ് ആവും ഈ ടാസ്കുകൾക്ക് എന്നുള്ളതും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്ലാൻഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും വെച്ചിട്ട് നമുക്ക് എത്രത്തോളം അഡീഷണൽ കോസ്റ്റ് വേണം എന്നുള്ളത്, അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ കോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്യാനും പറ്റും. ഇനി ഈ ടാസ്കിനെ ബ്രേക്ക് ചെയ്യാമെന്നല്ലേ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ, അതിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ പ്രൊജക്റ്റിനെ ടാസ്ക്കായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പാണ് ബ്രേക്ക് ദ പ്രൊജക്റ്റ് ഇൻ ടു ജനറൽ ടാസ്ക്. ആദ്യം തന്നെ പ്രൊജക്റ്റിനെ ജനറൽ ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അനാലിസിസ്, ഡിസൈൻ, ടെസ്റ്റിംഗ് അങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ ബ്രേക്ക് ദ ജനറൽ ടാസ്ക് ഇൻ ടു സ്മോളർ ഇൻഡിവിജ്വൽ. ഇനി ഈ അനാലിസിസ് ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത ആ ജനറൽ ടാസ്കിനെ അതിൻ്റെ സ്മോളർ ഇൻഡിവിജ്വൽ ടാസ്ക് ആയിട്ട് സബ് ടാസ്ക് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഡിസൈനിനെ നമുക്ക് പറയാം ഇൻ്റർഫേസ് ഡിസൈൻ, മോഡുലാർ ഡിസൈൻ, അങ്ങനെ ഓരോ ഡിസൈനായിട്ട് ഡിവൈഡ് ചെയ്യാം. അത്രയാണ് ടാസ്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി ട്രാക്കിംഗ് ദ ഷെഡ്യൂൾ. ട്രാക്കിംഗ് ദ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റിൻ്റെ പ്രോഗ്രസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രൊജക്റ്റ് മാനേജർക്ക് മനസ്സിലാക്കാൻ എങ്ങനെയാണ് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തു, ഇനി എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാണ്ട്, എത്രത്തോളം മൈൽ സ്റ്റോൺ അവർ ട്രാക്ക് ചെയ്തു എന്നുള്ളത് പ്രൊജക്റ്റ് ഷെഡ്യൂൾ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും പ്രൊജക്റ്റ് മാനേജറിന്. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ ഷെഡ്യൂൾ ട്രാക്ക് ചെയ്യേണ്ടത് 4 ടെക്നിക്ക് വെച്ചിട്ടാണ്. കണ്ടക്ടിങ് ദ പീരിയോഡിക് മീറ്റിംഗ് വിത്ത് ടീം മെമ്പേഴ്സും. ഒരു ടീം മെമ്പേഴ്സിനായിട്ട് ഒരു പീരിയോഡിക് മീറ്റിംഗ്സ് നടത്തും. അപ്പോൾ അവരുടെ നിന്നുള്ള ഇൻഫോർമേഷൻസ് വെച്ചിട്ട് എത്രത്തോളം ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്തു, എത്രത്തോളം ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും. ദെൻ അസസിങ് ദ റിസൾട്ട് ഓഫ് റിവ്യൂസ്.
ഓരോ സോഫ്റ്റ്വെയർ റിവ്യൂസ് കണ്ടക്ട് ചെയ്യാം. കുറച്ച് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഓരോ ഫേസുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റ്വെയർ റിവ്യൂസ് കണ്ടക്ട് ചെയ്യുക. ദെൻ ഡിറ്റർമിനിങ് ദ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എത്രത്തോളം എത്തി എന്നുള്ളതാണ്. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ സ്റ്റാറ്റസ് എന്തായി എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഓരോ ആക്ടിവിറ്റിയുടെ പ്രോഗ്രസ് വെച്ചിട്ട്. ദെൻ യൂസിങ് ഏൺഡ് വാല്യൂ അനാലിസിസ് ടു ഡിറ്റർമിൻ ദ പ്രോഗ്രസ് ഓഫ് പ്രൊജക്റ്റ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ്ലി നമുക്ക് പ്രൊജക്റ്റിൻ്റെ പ്രോഗ്രസ് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ എൻഡ് വാല്യൂ അനാലിസിസ് വെച്ചിട്ട് വേണം അത് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസും ഓരോ എസ്റ്റിമേഷൻ വെച്ചിട്ട് നമുക്കൊരു എൻഡ് വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് പ്രോഗ്രസ്സിനെ മെഷർ ചെയ്യാനുള്ളൊരു കാര്യം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം പെർസെൻറ്റേജ് ഓഫ് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്തു എന്ന് അറിയാൻ പറ്റും. ദെൻ അടുത്തത് പ്രൊജക്റ്റ് സ്റ്റാഫിംഗ്. പ്രൊജക്റ്റ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് എന്ത് ടൈപ്പ് പ്രൊജക്റ്റാണ് എന്ന് ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിന് എത്രത്തോളം എഫേർട്ടാണ് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കേണ്ടത് എന്നുള്ളത് വെച്ചിട്ടാണ് എത്രത്തോളം ടീം മെമ്പേഴ്സിനെ ആ പ്രൊജക്റ്റിലേക്ക് അലോട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ടാസ്കും പെർഫോം ചെയ്യണമെങ്കിൽ എത്രത്തോളം സ്കില്ലും എക്സ്പീരിയൻസും ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ ഇതെല്ലാം പ്രൊജക്റ്റ് സ്റ്റാഫിംഗ് വഴിയാണ് നമുക്കറിയാൻ പറ്റുന്നത്. പ്രൊജക്റ്റ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ്, ഇവാലുവേറ്റിംഗ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് എ വർക്കിംഗ് റിലേഷൻഷിപ്പ് എമംഗ് ദ പേഴ്സണൽ ഇൻവോൾവ് ഇൻ ദ പ്രൊജക്റ്റ്. ഓക്കെ, അത് ഈ സെർച്ച് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, എന്നിട്ടൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആരുടെ ഇടയ്ക്ക്? ആ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ചെയ്ത പേഴ്സൺസിൻ്റെ ഇടയിൽ. പേഴ്സണൽ എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് എംപ്ലോയ് ചെയ്തതാവാം, ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നവരാവാം, എങ്ങനെ വേണമെങ്കിലും. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ടാസ്കും മീൻസ് ഓരോ റോൾസും റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, അവരുടെ സ്കിൽസും എബിലിറ്റീസും എക്സ്പീരിയൻസും വെച്ചിട്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് അവരിത് പെർഫോം ചെയ്യുന്നുണ്ടോ, അവരുടെ ഓരോ പ്രോബ്ലംസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഇടയിലൊക്കെ അറിയുന്ന ഓരോ പ്രോബ്ലംസ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് എൻഷുർ ചെയ്യണം. ഓക്കെ, ഇനി ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും എബിലിറ്റിയും എഫേർട്ടും ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള എഫേർട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പേഴ്സൺ മന്തിലായിരിക്കണം. പിന്നെ പ്രൊജക്റ്റ് സ്റ്റാഫിൻ്റെ ടൈമിൽ എന്താ പറയുക, ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ക്യാരക്ടേഴ്സായി ഈ പ്രൊജക്റ്റ് സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരെ അലോട്ട് ചെയ്യണമല്ലേ. അപ്പോൾ അങ്ങനെ അലോട്ട് ചെയ്യുമ്പോൾ ഈ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ക്യാരക്ടേഴ്സും അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വഴി എന്ത് ചെയ്യും, നമുക്ക് ഓരോ ഇൻഡിവിജ്വൽസ് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമും അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ചില പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. അതായത് ടാസ്കുകൾ, അത് ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണെന്ന് വെച്ചാൽ, ടാസ്ക് ഷുഡ് ബി അസൈൻ ടു സ്റ്റാഫ് മെമ്പേഴ്സ് അക്കോർഡിംഗ് ടു ദെയർ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. ഓരോ സ്റ്റാഫ് മെമ്പേഴ്സിന് ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അവരുടെ സ്കിൽസും എബിലിറ്റീസും വെച്ചിട്ട് അവർക്ക് അസൈൻ ചെയ്യാം. ദെൻ എവറി സ്റ്റാഫ് മെമ്പേഴ്സ് ഷുഡ് അസൈൻ ഒരു ഡെസിഗ്നേഷൻ എന്തായാലും ഓരോ സ്റ്റാഫ് മെമ്പേഴ്സിന് കൊടുക്കാം. അതുപോലെ തന്നെ ആ പ്രൊജക്റ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് വേണമെന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സ്റ്റാഫ് മെമ്പേഴ്സിനെ എംപ്ലോയ് ചെയ്യുക. പിന്നെ ഓരോ സ്റ്റാഫ് മെമ്പേഴ്സും ഓർഗനൈസേഷൻ്റെ സ്റ്റാൻഡേർഡ്സും ഗൈഡ് ലൈൻസും ഫോളോ ചെയ്യുക. ഇത്രയാണ് പ്രൊജക്റ്റ് സ്റ്റാഫിങ്ങിൽ പറയുന്നത്. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് എഫേർട്ടും. അതിൽ ഇപ്പോൾ പ്രൊജക്റ്റ് സ്റ്റാഫിംഗ് നടത്തുന്നതെന്ന് വെച്ചാൽ എത്രത്തോളം ആളുകൾ ആ പ്രൊജക്റ്റിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ യൂസേഴ്സ് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആ പ്രൊജക്റ്റിൻ്റെ സൈസും കോംപ്ലക്സിറ്റിയൊക്കെ വെച്ചിട്ടാണ് പ്രൊജക്റ്റ് സ്റ്റാഫിംഗ് നടക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പ്രൊജക്റ്റിലൊക്കെ കുറച്ച് ആളുകളെ ആവശ്യമുണ്ടാവുള്ളൂ. പക്ഷേ പ്രൊജക്റ്റിൻ്റെ വലിപ്പം കൂടുന്തോറും അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്പും ഇത്തിരി കോംപ്ലക്സിറ്റി കൂടുന്തോറും ആളുകളുടെ ആവശ്യങ്ങളും കൂടും, എത്രത്തോളം ആൾ വേണമെന്നുള്ളതും കൂടും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഈ റിലേഷൻഷിപ്പ്, ഓരോ പീപ്പിൾ എഫേർട്ട് തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത് PNR കർവ് വെച്ചിട്ടാണ്, റെയിലേ കർവ് വെച്ചിട്ടാണ്, പുട്ട്മാൻ നോട്ട് റെയിലേ കർവ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പീപ്പിൾ ആൻഡ് എഫേർട്ട് റിലേഷൻഷിപ്പാണ് അത് പറയുന്നത്. അത്
എഫേർട്ട് അപ്ലൈ ചെയ്യുന്ന എഫേർട്ടും അതുപോലെ തന്നെ ടൈമിൽ പ്രൊജക്റ്റ് ഡെലിവർ ചെയ്യുന്നതിൻ്റെയും റിലേഷൻഷിപ്പാണ് അതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ റെയിലേ കർവ് വെച്ചിട്ട് അസംഷൻ ഉണ്ട്. അതായത് കുറച്ച് ആളുകളെ ആ പ്ലാനിങ് തുടങ്ങും. പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ആളുകളുടെ ആവശ്യം ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പ്രൊജക്റ്റ് പ്രോഗ്രസ് ആയി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് വർക്ക് ആവശ്യം വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ആളുകൾ ആവശ്യം വരും. പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറവ് ആളുകളെ ആവശ്യം വരുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. ഇതാണ് PNR കർവ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മളൊരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടീം ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇത്രയും ലെവൽ ഓഫ് എഫേർട്ട് വേണമെന്നുള്ളൊരു എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ EA എന്നാക്കി എടുത്തു. ഇനി അവർക്ക് ആ പ്രൊജക്റ്റ് ഇത്ര എഫേർട്ട് എടുത്ത് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ടൈം വേണം. അതിൻ്റെ സ്പെസിഫൈഡ് ഡെലിവറി ടൈം എന്ന് പറയുന്നത് ഒരു TD എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്പെസിഫൈഡ് ഡെലിവറി ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അതിനുള്ള ആവശ്യം അതുപോലെ തന്നെ എത്രത്തോളം റിസോഴ്സ് ആ പ്രൊജക്റ്റിന് അവൈലബിൾ ആണ് എന്നുള്ളതും വെച്ചിട്ടാണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന ടൈമിന് മുമ്പ് നമുക്ക് ആ സോഫ്റ്റ്വെയർ ഡെലിവർ ചെയ്യാം. പക്ഷേ അങ്ങനെ ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ കർവ് എന്ത് ചെയ്യും, ഷാർപ്പ്ലി ഇങ്ങനെ ഇവിടെ സൈഡിലാണ് TDയുടെ ഇപ്പുറത്ത് ഇങ്ങനെ ഒന്നുകൂടെ ഷാർപ്പ്ലി റൈസ് ചെയ്യും, മേലേക്ക് ഒന്നുകൂടെ റൈസ് ചെയ്യും. അപ്പോൾ പ്രൊജക്റ്റ് ഡെലിവറി ടൈം നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന പ്രൊജക്റ്റ് ഡെലിവർ ചെയ്യുന്ന TD എന്ന് പറഞ്ഞ ടൈമിലാണ്. പക്ഷേ ആ TD എന്ന് പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളിലും നമുക്ക് വേണമെങ്കിൽ പ്രൊജക്റ്റിനെ ഡെലിവർ ചെയ്യാം, അത് കുഴപ്പമില്ല. പക്ഷേ ഇവർ പറയണതെന്ന് വെച്ചാൽ 0.75 TDനേക്കാളും ഉള്ളിൽ എന്തായാലും ആ പ്രൊജക്റ്റിന് ഡെലിവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് എൻ ഇമ്പോസിബിൾ റീജിയൻ എന്നാണ് പറയുന്നത്. അതാണ് അവിടെ ഷെയ്ഡഡ് മാർക്കിൽ കൊടുത്തിരിക്കുന്നത് ഇമ്പോസിബിൾ റീജിയൻ. ഇത് 0.75 TDയുടെ ഉള്ളിൽ എന്തായാലും ഈ പറഞ്ഞ എഫേർട്ട് എടുത്ത് ഡെലിവർ ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് അവരങ്ങനെ എന്തെങ്കിലും ഡെലിവർ ചെയ്താൽ തന്നെ ആ പ്രൊജക്റ്റ് ഫെയിലിയർ എന്നുള്ള റിസ്ക് വളരെ കൂടുതലാണ്. ഓക്കെ, അതാണ് അവർ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ റെയിലേ കർവ് ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ലോവസ്റ്റ് കോസ്റ്റ് ഡെലിവറി ഓപ്ഷൻ TO = 2TD. ലോവസ്റ്റ് കോസ്റ്റ് ഡെലിവറി എന്ന് പറയുന്നത് TO = 2TD ആണ് എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ റിലേഷൻഷിപ്പ് between the number of delivered lines of code and effort and development time is shown by the given equation, that is L = P × e⁻⁴ × t⁴/3. അതായത് E എന്ന് പറയുന്നത് എഫേർട്ട് ഇൻ പേഴ്സൺ മന്ത്, P എന്ന് പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി പാരാമീറ്റേഴ്സ് ആണ്, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ളതാണ്. ദെൻ ടിപ്പിക്കൽ വാല്യൂ ഓഫ് P 2000 and 12,000. പിന്നെ T എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ആണ്. ഇനി ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ E എന്ന് പറഞ്ഞത് L³ / P³ / t⁴ എന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ഇനി എഫേർട്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത് നമ്മൾ ഓരോ ടീം മെമ്പേഴ്സിൻ്റെ എഫേർട്ട് എന്താണെന്നുള്ളത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻഡിവിജ്വൽ എഫേർട്ട് ഓരോ പ്രൊജക്റ്റും ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇൻഡിവിജ്വൽ എഫേർട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വർക്ക് യൂണിറ്റ് ഒരു എഫേർട്ട് ഡിസ്ട്രിബ്യൂഷൻ്റെ വർക്ക് യൂണിറ്റ് കൊടുക്കുന്നത് പേഴ്സൺ മന്തിലാണ്. അപ്പോൾ എഫേർട്ട് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പേഴ്സൺ ഡേയ്സിലോ പേഴ്സൺ ഇയേഴ്സിലോ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചാൽ 40-20-40 റൂൾ വെച്ചിട്ടാണ് എഫേർട്ട് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ ഡെവലപ്മെൻറ്റ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ 100% ആണ്. ഈ 40-20-40 റൂൾ എന്താ സ്റ്റേറ്റ് ചെയ്തേക്കണമെന്ന് വെച്ചാൽ 40% എഫേർട്ട് എന്താണ്, റിക്വയർമെൻറ്റ് അനാലിസിസ്, പ്ലാനിങ്, ഡിസൈൻ ആൻഡ് റിസ്ക് അനാലിസിസ്, ആ ഒരു ഫേസിലാണ് 40% എഫേർട്ട് ആവശ്യമുള്ളത്. പിന്നെ ബാക്കി 40% മീൻസ് 20-40 അല്ലേ. അപ്പോൾ ലാസ്റ്റ് 40% എന്ന് വെച്ചാൽ ആ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യേണ്ട ടൈമിലാണ്. അതായത് അപ്പോഴായിരിക്കും കുറച്ച് കൂടുതൽ ടൈം റിവ്യൂ ചെയ്യേണ്ടതും കുറച്ചും കൂടി ടൈം ആവശ്യമുണ്ടാവും. പിന്നെ നടുക്കുള്ള 20 ടൈം എന്ന് വെച്ചാൽ കോഡിങ്, ആ പ്രൊജക്റ്റിൻ്റെ കോഡിങ്ങിൻ്റെ ടൈമിലാണ് ആവശ്യം വരിക എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഡിഫൈനിങ് എ ടാസ്ക് സെറ്റ് ഫോർ പ്രൊജക്റ്റ്. ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ഇറ്റ് ഈസ് എൻ എന്തൊക്കെ ടാസ്കുകളുണ്ട് എന്നുള്ളത് ആദ്യമേ തന്നെ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ടാസ്ക് സെറ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വർക്ക് ടാസ്ക് ഉണ്ടാവാം, റിലേറ്റഡ് വർക്ക് പ്രോഡക്ട്സ് ഉണ്ടാവും, ക്വാളിറ്റി അഷുറൻസ് പോയിൻറ്റ്സ്, പ്രൊജക്റ്റ് മൈൽ സ്റ്റോൺ, അങ്ങനെ എല്ലാം ഉണ്ടാവും ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു പ്രൊജക്റ്റ് ഷെഡ്യൂൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ടാസ്ക് സെറ്റ് എന്തായാലും കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊജക്റ്റിനെ കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യാൻ പറ്റും.